ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഹാലാഹലം എന്നു പേരുള്ള ആ ഒരു വിഷബാധയേറ്റ ദേവന്മാരും അസുരന്മാരും എല്ലാവരും ആകെ പേടിച്ചുപോയി. അങ്ങനെ ആരെ ശരണം പ്രാപിക്കണം എന്നറിയാതെ ഉഴലുന്ന ആ ദേവന്മാർ പ്രജാപതിമാരോടുകൂടി സദാശിവനെ, മഹാദേവനെ ശരണം പ്രാപിച്ചു. 19-ാമത്തെ ശ്ലോകം. തദുഗ്രവേഗം ദിശി ദിശി ഉപരി അധോ വിസർപ്പത് ഉത്സർപ്പത് അസഹ്യം അപ്രതി ഭീതാഹ പ്രജാഹ ദുദ്രുവുഃ അംഗാസേശ്വരാഹ അരക്ഷ്യമാണാഹ ശരണം സദാശിവം. ഉഗ്രവേഗം, തീവ്രവേഗത്തോടുകൂടി, ദിശി ദിശി എല്ലാ ദിക്കിലും, ഉപരി അധഹ മേലോട്ടും കീഴോട്ടും, വിസർപ്പത് അങ്ങനെ പരന്നുകൊണ്ട്, ഉത്സർപ്പത് ഉയർന്നു പൊങ്ങിയും, അസഹ്യം പൊറുക്കാനാവാത്ത, അപ്രതി ഒരു പ്രതിവിധിയും ഇല്ലാത്ത, തത് ആ വിഷത്തെ കണ്ട്, ഭീതാഹ പ്രജാഹ അമ്പരന്നുപോയ എല്ലാവരും, അരക്ഷ്യമാണാഹ എങ്ങു നിന്നും ഒരു രക്ഷയില്ലാതെ, സേശ്വരാഹ പ്രജാപതിമാരോടുകൂടി, സദാശിവം ശരണം ദുദ്രുവുഃ സദാശിവനെ ശരണമാക്കി പാഞ്ഞണഞ്ഞു. 20-ാമത്തെ ശ്ലോകം. വിലോക്യതം ദേവവരം ത്രിലോക്യ ഭവായ ദേവ്യാഭിമതം മുനീനാം ആസീനം അദ്രൗ അപവർഗഹേതോഃ തപോ ജുഷാണം സ്തുതിഭി പ്രണേമുഃ. ത്രിലോക്യാഹ 3 ലോകത്തിൻ്റെയും ഭവായ അഭ്യുദയത്തിനു വേണ്ടി, അദ്രൗ കൈലാസഗിരിയിൽ, ദേവ്യ ദാക്ഷായണീ ദേവിയോടുകൂടി ചേർന്ന്, ആസീനം ഇരുന്നരുളുന്നവനും, മുനീനാം അഭിമതം മുനിമാർക്കെല്ലാം സുസമ്മതനും, അപവർഗഹേതോഹോ മുക്തിയെ നിമിത്തീകരിച്ച്, തപഹജുഷാണം തപസ്സിനെ അനുഷ്ഠിക്കുന്നവനുമായ, തം ദേവവരം ആ മഹാദേവനെ വിലോക്യ സന്ദർശിച്ച്, സ്തുതിഭിഹി സ്തുതികളോടുകൂടി, പ്രണേമുഹു ദണ്ഡ നമസ്കാരം ചെയ്തു. പ്രജാപതയ ഊജുഹു പ്രജാപതിമാർ ഇപ്രകാരം സ്തുതിച്ചു. 21-ാമത്തെ ശ്ലോകം. ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹി നഃ ശരണാപന്നാൻ ത്രൈലോക്യദഹനാദ്വിഷാത്. ഹേ ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ശരണാപന്നാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന നഹ ഞങ്ങളെ, ത്രൈലോക്യദഹനാത് 3 ലോകത്തെയും ദഹിപ്പിക്കുന്ന വിഷാദ് ഈ വിഷത്തിൽ നിന്ന്, ത്രാഹി രക്ഷിക്കണമേ. 22-ാമത്തെ ശ്ലോകം. ത്വമേക സർവജഗത ഈശ്വരോ ബന്ധമോക്ഷയോ തം ത്വാമർച്ചന്തി കുശല പ്രപന്നാർത്തിഹരം ഗുരും. സർവജഗത ബന്ധമോക്ഷയോഹോ എല്ലാ ജഗത്തിൻ്റെയും ബന്ധത്തിനും മോക്ഷത്തിനും ഈശ്വരഃ നിയന്താവായിട്ടുള്ളവൻ, ത്വം ഏകഃ അങ്ങ് ഒരാൾ മാത്രമാണ്. പ്രപന്നാർത്തിഹരം ശരണാഗതന്മാരുടെ സന്താപത്തെ സംഹരിക്കുന്നവനും, ഗുരും ഏകഗുരുവുമായ ഈ ജഗത്തിന്റെ ഗുരുവുമായ, തം ത്വാം ആ നിന്തിരുവടിയെ, കുശലാഹ അർച്ചന്തി വിവേകമുള്ളവർ ആരാധിക്കുന്നു. 23-ാമത്തെ ശ്ലോകത്തിൽ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാം ഒന്നാണ് എന്ന ഭാവത്തിൽ പറയുകയാണ്. ഗുണമയ്യാ സ്വശക്ത്യാസ്യ സർഗസ്ഥിത്യപ്യയാൻ വിഭോ ധത്സേ യദാ സ്വദൃഗ്ഭൂമൻ ബ്രഹ്മവിഷ്ണു ശിവാഭിധാം. ഹേ വിഭോ ഭൂമൻ
സ്വദൃക് ജ്ഞാനപ്രകാശമായ അവിടുന്ന് അസ്യ ഈ ലോകത്തിൻ്റെ സർഗസ്ഥിതി അപ്യയാൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ യഥാ ഏത് കാലങ്ങളിൽ ഗുണമയ്യ ത്രിഗുണമയ്യായ സ്വശക്തിയ തൻ്റെ ശക്തിയിലൂടെ ധത്സേ സമ്പുഷ്ടമാക്കുന്നുവോ ആ കാലങ്ങളിൽ അങ്ങ് ബ്രഹ്മ വിഷ്ണു ശിവാഭിധാം ബ്രഹ്മാവെന്നും വിഷ്ണുവെന്നും ശിവനെന്നുമുള്ള വ്യത്യസ്ത നാമത്തെ ധരിക്കുന്നു. സത്യത്തിൽ അങ്ങ് ഒന്ന് തന്നെയാണ്. പക്ഷേ സാത്വിക പ്രകൃതിയിലിരിക്കുമ്പോൾ അങ്ങയെ വിഷ്ണുവെന്ന് വിളിക്കുന്നു, രജോ പ്രകൃതിയിലിരിക്കുമ്പോൾ ബ്രഹ്മാവെന്നും തമോ പ്രകൃതിയിലിരിക്കുമ്പോൾ രുദ്രനെന്നും വിളിക്കുന്നു. 24-ാമത്തെ ശ്ലോകം. ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സദസദ്ഭാവ ഭാവന നാനാശക്തിഭിരാഭാത ത്വമാത്മാ ജഗദീശ്വര. സദസദ്ഭാവ ഭാവന സത്തും അസത്തുമായ ഭാവങ്ങളെ ഭവിപ്പിക്കുന്ന ത്വം അങ്ങ് പരമം ഗുഹ്യം ബ്രഹ്മ രഹസ്യവസ്തുവായ ബ്രഹ്മതത്വമാകുന്നു. ആത്മാത്വം ആത്മാവായ എല്ലാവരിലും ആത്മസ്വരൂപനായിരിക്കുന്ന അങ്ങ് നാനാശക്തിഭിഹി അനേകവിധം ശക്തികളിലൂടെ ജഗത് ആഭാതഃ ജഗത്തിൽ സ്വരൂപമായിട്ട് പ്രകാശിച്ചവനാണ്. അതുകൊണ്ട് അങ്ങ് ഈശ്വരഃ ഈശ്വരനാണ്. പിന്നീടുള്ള സ്തുതികൾ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുള്ള ആ സ്തുതികളിലെ അർത്ഥങ്ങൾ തന്നെയാണ്. ഇനി 35-ാമത്തെ ശ്ലോകം, ആ സ്തുതിയുടെ അവസാന ഭാഗം. ഏതത് പരം പ്രപശ്യാമോ ന പരം തേ മഹേശ്വര മൃഡനായ ഹി ലോകസ്യ വ്യക്തിസ്തേ അവ്യക്തകർമ്മണ. ഹേ മഹേശ്വര, തേ ഏതത് പരം അങ്ങയുടെ ഈ വ്യക്തരൂപത്തെ മാത്രം പ്രപശ്യാമഹ ഞങ്ങൾ കാണുന്നു. പരം ന അതിനപ്പുറത്തുള്ള അവ്യക്തരൂപത്തെ ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ അങ്ങയുടെ കർമ്മങ്ങളെല്ലാം അവ്യക്തമാണ്. അവ്യക്ത കർമ്മണഃ തേ അങ്ങയുടെ വ്യക്തിഭാവം ലോകസ്യ മൃഡനായ ഹി ലോകത്തിന്റെ സൗഖ്യത്തിനു വേണ്ടിയുള്ളതാണല്ലോ. ശ്രീ ശുക ഉവാച. 36-ാമത്തെ ശ്ലോകം. തദുവീക്ഷ്യ വ്യസനം താസാം കൃപയാ ഭൃശപീഡിതഃ സർവഭൂത സുഹൃദ്ദേവ ഇദമാഹ സതീം പ്രിയാം. താസാം ആ പ്രജകളുടെ ഇപ്രകാരമുള്ള തത് വ്യസനം വീക്ഷ്യ ഈ സങ്കടം കണ്ടിട്ട് സർവഭൂത സുഹൃത്ത് എല്ലാ ജീവരാശികളുടെയും സുഹൃത്തായ അവർക്കു വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനായ ഭഗവാൻ ദേവഃ കൃപയാ കാരുണ്യത്താൽ ഭൃശപീഡിതഃ വ്യാകുലനായി ചമഞ്ഞ് പ്രിയാം സതീം പത്നിയായ സതീദേവിയോട് ഇതം ആഹ ഇപ്രകാരം പറഞ്ഞു. ശിവ ഉവാച. 37-ാമത്തെ ശ്ലോകം. അഹോബത ഭവാനി ഏതത് പ്രജാനാം പശ്യ വൈശസം ക്ഷീരോദത മഥന ഉദ്ഭൂതാത് കാലകൂടാത് ഉപസ്ഥിതം. അല്ലയോ ഭവാനി, അഹോബത കഷ്ടം തന്നെ, ക്ഷീരോദമഥന ഉദ്ഭൂതാത് പാൽക്കടൽ കടയുന്നതിൽ നിന്നുണ്ടായിത്തീർന്ന കാളകൂടാത് കാളകൂട വിഷത്തിൽ നിന്ന് പ്രജാനാം ഉപസ്ഥിതം ജനങ്ങൾക്ക് വന്നകപ്പെട്ട ഏതത് വൈശസം ഈ തീവ്ര ദുഃഖത്തെ പശ്യ നോക്കൂ. 38-ാമത്തെ ശ്ലോകം. താസാം പ്രാണപരീപ്സൂനാം വിധേയം അഭയം ഹിമേ ഏതാവാൻ ഹി പ്രഭോഹോ അർത്ഥോ യദ്ദീന പരിപാലനം. പ്രാണപരീപ്സൂനാം പ്രാണരക്ഷയ്ക്കു വേണ്ടി വെമ്പലാർന്നിരിക്കുന്ന താസാം അവർക്ക് അഭയം കൊടുക്കുക എന്നത് മേ വിധേയം ഹി എൻ്റെ കർത്തവ്യമാണല്ലോ. ഹി എന്തെന്നാൽ ദീനപരിപാലനം പാവപ്പെട്ടവരെ ഏതെങ്കിലും രീതിയിൽ വിഷമിക്കുന്നവരെ സംരക്ഷിക്കുക യത് യാതൊന്നോ ഏതാവാൻ ഇതൊന്നു മാത്രമാണ് പ്രഭോഹോ കഴിവുള്ളവരുടെ അർത്ഥഃ ജീവിത പ്രയോജനം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ആരുമല്ലാത്ത പലർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകുമ്പോൾ മാത്രമാണ്.
39-ാമത്തെ ശ്ലോകം. പ്രാണൈഹി സ്വൈഹി പ്രാണിന പാന്തി സാധവഃ ക്ഷണഭംഗുരൈഹി ബദ്ധവൈരേഷു ഭൂതേഷു മോഹിതേഷു ആത്മമായയാ. ആത്മമായയാ അവനവന്റെ അവിദ്യാശക്തിയാൽ മോഹിതേഷു വ്യാമോഹിതരായിട്ട് ഭൂതേഷു പ്രാണികൾ ബദ്ധവൈരേഷു അന്യോന്യ വിദ്വേഷത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ സാധവഃ സത്തുക്കൾ ക്ഷണഭംഗുരൈഹി നിമിഷനേരം കൊണ്ട് തകരുന്ന സ്വൈഹി പ്രാണൈഹി സ്വന്തം ജീവനെ ബലിയർപ്പിച്ചുകൊണ്ടും പ്രാണിനഃ പ്രാണികളെ മറ്റു പ്രാണികളെ പാന്തി സംരക്ഷിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകുന്ന ഈ ജീവൻ നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുമ്പോൾ ചൈതന്യവത്താക്കുമ്പോഴാണ് നമ്മൾ ശുഭമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യണം. അതേസമയം അവിവേകികൾ താൻ ഈ ലോകത്ത് എല്ലാ കാലത്തും ജീവിച്ചിരിക്കും എന്നതുപോലെ ഉള്ള സമയത്തും മറ്റുള്ളവരോട് ദ്വേഷിച്ചിട്ടും അവരെ വെറുത്തിട്ടുമൊക്കെ വെറുതെ സമയം പാഴാക്കുന്നു. എന്നാൽ സത്തുക്കൾ വിവേകപൂർവം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആർക്കെങ്കിലും പ്രയോജനപ്പെടുമോ എന്ന് മാത്രമാണ് നോക്കുന്നത്. 40-ാമത്തെ ശ്ലോകം. പുംസ കൃപയതോ ഭദ്രേ സർവാത്മാ പ്രീയതേ ഹരിഹി പ്രീതേ ഹരൗ ഭഗവതി പ്രിയേ അഹം സചരാചരഃ തസ്മാത് ഇദം ഗരം ഭുഞ്ജേ പ്രജാനാം സ്വസ്തിഹി അസ്തു മേ. ഹേ ഭദ്രേ, ലയോ ദേവി, കൃപയതഃ കരുണാശീലനായ പുംസഃ ആളുടെ അടുക്കൽ സർവാത്മാ സർവാന്തര്യാമിയായ ഹരിഹി പ്രീയത്തെ ഭഗവാൻ ശ്രീഹരി പ്രീതനായി ഭവിക്കുന്നു. അപ്പോൾ ആരുടെ അടുത്താണ് ഭഗവാൻ പ്രസാദിക്കുന്നത് എന്ന് പറയുന്നു. ഉള്ളിൽ കരുണയുള്ളവരിലാണ് ഭഗവാൻ പ്രസാദിക്കുക. ഇനി മഹാദേവൻ പറയുന്നു, ഭഗവതി ഭഗവാനായ ഹരൗ പ്രീതേ ശ്രീഹരി പ്രീതനായാൽ സചരാചരഃ ചരാചരങ്ങളോടുകൂടെ അഹം പ്രിയേ ഞാനും പ്രീതനാകുന്നു. മഹാവിഷ്ണു ആരിൽ പ്രീതനാകുന്നുവോ അവരിൽ ചരാചരങ്ങളോടുകൂടെ മഹാദേവനും പ്രീതനാകുന്നു. തസ്മാത് അതുകൊണ്ട് ഇതം ഗരം ഈ വിഷത്തെ ഞാൻ ഭുഞ്ജേ ഞാൻ ഇതാ ഭക്ഷിക്കുവാൻ പോകുന്നു. മേ പ്രജാനാം ഞാൻ കാരണം എല്ലാ ജനങ്ങൾക്കും സ്വസ്തിഹി അസ്തു സുഖജീവിതം ഉണ്ടാവട്ടെ. അപ്പോൾ ദേവിയോട് ഇതൊക്കെ മുൻകൂട്ടി പറയാൻ കാരണം താൻ വിഷപാനം ചെയ്യുമ്പോൾ ദേവി തടഞ്ഞാലോ എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞത്. ശ്രീ ശുക ഉവാച. 41. ഏവം ആമന്ത്ര്യ ഭഗവാൻ ഭവാനി വിശ്വഭാവനഃ തദു വിഷം ജഗ്ധും ആരേഭേ പ്രഭാവജ്ഞ അന്വമോദത. വിശ്വഭാവനഃ ലോകത്തിന് ഭാവുകമേകുന്ന ഭഗവാൻ പരമശിവൻ ഭവാനി സതീദേവിയോട്, അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ദക്ഷയാഗത്തിന് മുൻപ് സംഭവിച്ചതാണ്. കാരണം സതീദേവി ശരീരം ഉപേക്ഷിക്കുന്നത് ദക്ഷയാഗത്തിന് ശേഷമാണ്. ഇപ്പോൾ ഭഗവാന്റെ കൂടെയുള്ളത് സതീദേവിയാണ്. സതീദേവിയോട് ഏവം ആമന്ത്ര്യ ഈ വിധം പ്രസ്താവിച്ച ശേഷം തത് വിഷം ജഗ്ധും ആ വിഷത്തെ ഭക്ഷിക്കുവാൻ ആരേഭേ ആരംഭിച്ചു. പ്രഭാവജ്ഞ ഭഗവാന്റെ പ്രഭാവത്തെ കുറിച്ച് അറിവുള്ള ദേവി അന്വമോദത അതിനെ അനുവദിക്കുകയും ചെയ്തു. ഇവിടെ ദേവി കഴുത്തിന് പിടിച്ചു എന്നൊന്നും പറയുന്നില്ല. പകരം പറയുന്നത് ഭഗവാന്റെ പ്രഭാവത്തെ അറിയാവുന്ന ദേവി അതിനനുവദിച്ചു എന്നാണ്. 42. തതഃ കരതലീകൃത്യ വ്യാപി ഹാലാഹലം വിഷം അഭക്ഷയത് മഹാദേവഃ കൃപയാ ഭൂതഭാവനഃ. ഭൂതഭാവനഃ എല്ലാ പ്രാണികൾക്കും ജീവനദാതാവായ മഹാദേവഃ കൃപയാ ജീവകാരുണ്യത്താൽ വ്യാപി അപ്പോൾ തന്നെ വ്യാപിച്ചിരിക്കുന്ന എല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങിയ ഹാലാഹലം വിഷം ഹാലാഹലം എന്ന വിഷത്തെ തതഃ അനന്തരം കരതലീകൃത്യ
തൻ്റെ ഉള്ളം കൈയിൽ ഒതുക്കി വെച്ച് അതിനെ അഭക്ഷയത്, ഭക്ഷിച്ചു. അതേസമയം ഈ ഒരു വിഷം ഭഗവാന്റെ ഉള്ളിലേക്കിറങ്ങാതെ കണ്ഠത്തിൽ നിന്നു എന്നത് അത് ഭഗവാന്റെ മഹാത്മ്യത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ആരും കഴുത്തിന് പിടിച്ചത് കൊണ്ടല്ല കഴുത്തിൽ നിന്നത്, അത് ഭഗവാൻ സങ്കല്പിച്ച് അത് അവിടെ നിർത്തിയതാണ് എന്ന് പറയുന്നു. 43 തസ്യാപി ദർശയാമാസ സ്വവീര്യം ജലകൽമഷഃ യച്ചകാരകളെ നീലം തച്ച സാധോഹ വിഭൂഷണം. ജലകൽമഷഃ, ഈ പാലാഴി കടഞ്ഞപ്പോഴുണ്ടായ കൽമഷമാണ് ഹാലാഹല വിഷമായത്. ആ വിഷം തസ്യ അപി, ആ ഭഗവാന്റെ അടുക്കലും സ്വവീര്യം ദർശയാമാസ, തന്റെ വൈഭവത്തെ പ്രകടിപ്പിച്ചു. അതായത് വിഷത്തിന്റെ ശക്തി ഭഗവാനിൽ പ്രകടമായത് ഗളേ നീലം ചകാര, കണ്ഠത്തിൽ നീലവർണം ഉണ്ടാക്കി എന്നതാണ്. യത് തത് ച, എന്നാൽ അതും പിന്നീട് ഭഗവാന്റെ ഒരു അലങ്കാരമായി, നീലകണ്ഠൻ എന്ന പേരിന് അത് അർഹമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തത് ച, ഈ ഒരു കണ്ഠത്തിലെ നീലവർണം സാധോഹ വിഭൂഷണം, കാരുണികനായ ആ ഭഗവാന് അലങ്കാരമായി. 44 തപ്യന്തേ ലോകതാപേന സാധവ പ്രായശോ ജനാഃ പരം ആരാധനം തദ്ഹി പുരുഷസ്യ അഖിലാത്മനഃ. സാധവഃ ജനാഃ, കാരുണികന്മാരായ ജനങ്ങൾ, പ്രായശഃ അധികപക്ഷവും, ലോകതാപേന തപ്യന്തേ, ഈ ലോകത്തിലുള്ള ആളുകളുടെ സങ്കടം കണ്ടിട്ടാണ് യഥാർത്ഥ സജ്ജനങ്ങൾ സന്തപിക്കുന്നത്. അവർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ദുഃഖവും ഉണ്ടാവില്ല, പക്ഷെ അവർ സങ്കടപ്പെടുന്നത് ഈ ലോകത്തിലുള്ളവരുടെ ദുഃഖം കണ്ടിട്ടാണ്. തത്ഹി, സത്യത്തിൽ ഇങ്ങനെ സന്തപിക്കുന്നത് അഖിലാത്മനഃ പുരുഷസ്യ, സർവാന്തര്യാമിയായ സർവേശ്വരനുള്ള പരം ആരാധനം, ഏറ്റവും വലിയ ആരാധനയാണ്. അതായത് ലോകത്തിലുള്ളവരുടെ ദുഃഖം കണ്ട് ദുഃഖിക്കുന്നത് ഭഗവാനുള്ള ഏറ്റവും വലിയ ആരാധനയാണെന്ന് പറയുന്നു. അതാണ് ആ മനസ്സിന്റെ വലുപ്പം. 45 ശ്ലോകം നിശമ്യ കർമ്മ തച്ഛംഭോഹോ ദേവദേവസ്യ മീഢുഷഃ പ്രജാദാക്ഷായണീ ബ്രഹ്മ വൈകുണ്ഠശ്ച ശശംസിരേ. മീഢുഷഃ, സർവകാമപ്രദനും ദേവദേവസ്യ, ദേവാധിദേവനുമായ ശംഭോഹോ, ഭഗവാൻ ശ്രീ ശങ്കരന്റെ, തത് കർമ്മ, ആ ഒരു രീതിയിലുള്ള വിഷപാന കർമ്മത്തെ നിശമ്യ, ശ്രവിച്ചിട്ട്, വൈകുണ്ഠഃ, മഹാവിഷ്ണുവും, ബ്രഹ്മാവും, പിന്നെ ഇത് കണ്ടുനിന്ന ദാക്ഷായണി, ദക്ഷപുത്രിയായ സതിയും, പ്രജാഹച ശശംസിരേ, എല്ലാവരും ഭഗവാനെ പ്രശംസിച്ചു. ഇനി ഈ ഭൂമിയിൽ വിഷപ്പാമ്പുകളും തേളും ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ വിഷമുള്ളവരായി മാറിയത് എന്ന് പറയുന്നു. 46 ശ്ലോകം പ്രസ്കന്നം പിബത പാണേഹ യത് കിഞ്ചിത് ജഗൃഹുഹു സ്മ തത് വൃശ്ചിക അഹി വിഷ ഔഷധ്യോ ദന്തശൂകാഹ ച യേ അപരേ. ഭഗവാൻ ഇങ്ങനെ പിബതഃ, വിഷം പാനം ചെയ്തുകൊണ്ടിരിക്കെ ഭഗവാന്റെ പാണേഹെ, ആ കരത്തിൽ നിന്ന് യത് കിഞ്ചിത്, അല്പാൽപം, പ്രസ്കന്നം, താഴേക്കിറ്റു വീണിരുന്ന തത്, ആ വിഷത്തെ, വൃശ്ചികം, തേള്, അഹി, പാമ്പുകളും, അതുപോലെ ചില ചെടികളും, ഔഷധ്യ, ചെടികളും, അപരെ, വേറെ ചില, ദന്തശൂകാഹ, വിഷജന്തുക്കളായി കാണുന്ന മറ്റുള്ള പ്രാണികളും, ച ജഗൃഹുഹു സ്മ, അത് ഏറ്റെടുത്തു പോലും. ഈ വിഷത്തുള്ളികൾ, ഇങ്ങനെയുള്ള തേളുകളും പാമ്പുകളും ഏതാനും ചെടികളും ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഇത് ഒരു സാധകന്റെ സാധനയെ കുറിച്ചുള്ളതാണ് എന്ന് മുൻപ് ആദ്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പൂർവജന്മ വാസനകളൊക്കെ അടിഞ്ഞുകൂടിയതിൻ്റെതായ ആ വിഷം പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കാതെ അതും നമ്മുടെ അന്തര്യാമിയായിട്ടുള്ള ഭഗവാന് സമർപ്പിക്കണം എന്നാണ് ഈ ഒരു ഹാലാഹല വിഷം മഹാദേവൻ പാനം ചെയ്തു എന്നതിൻ്റെ ഒരു ആന്തരികമായ അർത്ഥം.
इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् अष्टमस्कन्धे अमृतमथने सप्तमो अध्यायः। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। हरे राम हरे राम राम हरे कृष्ण हरे कृष्ण कृष्ण हरे राम 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 हरे कृष्ण 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 हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण।